പലപ്പോഴും നമ്മൾ അറിഞ്ഞും അറിയാതെയും അവനൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ദുഷ്ടൻ പന പോലെ തഴയ്ക്കുമെന്നാണ്. അവൻ അങ്ങനല്ല വചനത്തിൽ പറയുന്നത്. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നു, അവൻ പുല്ലുപോലെ മുളയ്ക്കുന്നതും അവൻ നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടവനാകുന്നു. ഹല്ലേലൂയ. അവർക്കും ഒരു തഴപ്പുണ്ട്. അവൻ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിനും ഒരു തഴപ്പുണ്ട്. 92-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ വായിച്ചു നമ്മൾ, അവൻ നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. ഹല്ലേലൂയ. നീതിമാൻ പന പോലെ പനയ്ക്കുള്ള പ്രത്യേകത എന്താ? നമ്മൾ ഇന്ന് വെച്ചാൽ അത് നാളെ അവൻ തഴയ്ക്കത്തില്ല. അവൻ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ അവൻ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഒരിക്കലും പന വളർന്ന് മേളിലെത്തത്തില്ല. ഹല്ലേലൂയ. പക്ഷെ പുല്ലാണെങ്കിലോ, ഇന്ന് മഴ പെയ്ത് നാളെ കിളിർത്താൽ അവൻ 3 ദിവസം കഴിയുമ്പോൾ അത് വേണമെങ്കിൽ നമ്മുടെ അരയ്ക്കൊപ്പം വരെ വളരും. അതിന്റെ പ്രത്യേകത അതാ. പക്ഷെ അതിന് വേറൊരു പ്രത്യേകത ഇവിടെ ഉണ്ട്. അവൻ അതുപോലെ നല്ലൊരു വെയിൽ വന്നാൽ തീർന്നു അതിന്റെ കാര്യം. ഹല്ലേലൂയ. പിന്നെ അവിടെ അതിന്റെ ശേഷിപ്പേ കാണത്തില്ല. അടുത്ത് മുളയ്ക്കണമെങ്കിൽ അടുത്ത് അതിനൊരു തഴപ്പ് വരണമെങ്കിൽ അടുത്ത് അവൻ മഴ വരണം. ഹല്ലേലൂയ. പക്ഷെ നീതിമാനെ കുറിച്ച് പറയുന്നു, നീതിമാൻ പന പോലെ തഴയ്ക്കും. ഈ പനയ്ക്കുള്ള പ്രത്യേകത എന്താ? ഇത് എടുത്തടിച്ചതുപോലെ വളരുകയില്ല, പതുക്കെ വളരത്തുള്ളൂ. ഹല്ലേലൂയ. പതിയെ വളരത്തുള്ളൂ. അവൻ നമ്മൾ വിചാരിച്ച് കണ്ണടച്ച് തുറക്കുന്ന സമയത്ത് ആഴ്ചകൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ ഒന്നും ഒരിക്കലും ഈ പന അവൻ മുകളിലോട്ട് വരത്തില്ല. അത് നിന്ന് അവൻ പതിയെ സമയം എടുത്തേ വളരത്തുള്ളൂ. ഹല്ലേലൂയ. പക്ഷെ ഇതിനൊരു പ്രത്യേകത കൊണ്ട്, ഇത് വളരുന്നത് പതിയെയാണെങ്കിലും ഇത് വളർന്ന് മുകളിലെത്തുന്നത് അവൻ ഇച്ചിരി നാളുകൾ എടുത്തിട്ടാണെങ്കിലും, ഹല്ലേലൂയ, ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു ചെറിയ കാറ്റിലോ ഒരു ചെറിയ വെയിലിലോ ഈ പന തളർന്നു പോകത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം നീതിമാനെ തഴയ്ക്കുന്നതിനെ പനയോടും ദുഷ്ടന്റെ തഴപ്പിനെ പുല്ലിനോടും ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ.